Hello, my dear students. നമ്മൾ ഇന്ന് ഇൻകം ഫ്രം സാലറീസിന്റെ കുറച്ച് തിയറി പോർഷൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീവ് ട്രാവൽ കൺസെഷൻ ആണ്. എംപ്ലോയി ലീവ് എടുത്തുകൊണ്ട് എന്തെങ്കിലും ട്രാവൽ നടത്തി കഴിഞ്ഞാൽ എംപ്ലോയർ കൊടുക്കുന്ന ഒരു കൺസെഷനെയാണ് അല്ലെങ്കിൽ ഒരു എമൗണ്ടിനെയാണ് ലീവ് ട്രാവൽ കൺസെഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് പാസേജ് മണി ടു ആൻ എംപ്ലോയി, സെക്ഷൻ 10 സബ്സെക്ഷൻ 5. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ലീവ് ട്രാവൽ കൺസെഷനെ കുറിച്ചുള്ള കുറച്ച് കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ കണ്ടീഷനാണ് ഇന്ത്യൻസിനും ഫോറിനേഴ്സിനും ലീവ് ട്രാവൽ കൺസെഷൻ ഒരുപോലെ എക്സംപ്റ്റഡ് ആണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു എക്സ്പെൻസ് വരുമല്ലോ, ആ എക്സ്പെൻസിനേക്കാളും കൂടുതലാവില്ല ഒരിക്കലും ലീവ് ട്രാവൽ കൺസെഷൻ്റെ എമൗണ്ട്. അതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് ആ കൂടിയ എമൗണ്ടിനൊന്നും എക്സംഷൻ കിട്ടുന്നുണ്ടാവില്ല. തേർഡ് വൺ പറയുന്നത് ഒരു എംപ്ലോയി ഇന്ത്യയിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയർ കൊടുക്കുന്ന ലീവ് ട്രാവൽ കൺസെഷൻ എക്സംപ്റ്റഡ് ആണ്. അതേപോലെ തന്നെ എംപ്ലോയി മാത്രമല്ല, എംപ്ലോയിയുടെ ഫാമിലിക്കും ഇതുപോലെ അവൈലബിൾ ആണ്. മീൻസ് അവരെയും കൂട്ടിയിട്ടാണ് പോകുന്നതെങ്കിലും ലീവ് ട്രാവൽ കൺസെഷൻ കിട്ടും. സെക്കൻഡ് കേസ് പറയുന്നത്, അതായത് തേർഡ് പോയിന്റിൽ സെക്കൻഡ് കേസ് പറയുന്നത്, ഇപ്പോൾ എംപ്ലോയി അയാളുടെ ഫാമിലിയോടൊപ്പം ഇതുപോലെ ലീവ് ട്രാവൽ കൺസെഷൻ അവൈൽ ചെയ്യുകയാണെങ്കിൽ ഈവൻ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഓർ ടെർമിനേഷൻ ഫ്രം വർക്ക് ആൾക്കും ഈ ലീവ് ട്രാവൽ കൺസെഷൻ്റെ എമൗണ്ട് എക്സംപ്റ്റഡ് ആയിരിക്കും. ഇവിടെ ഫാമിലി എന്ന് പറയുന്നത് സ്പോസ് ചിൽഡ്രൻ ആണ്. പാരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഒക്കെ ഈ ആളിൽ നമ്മുടെ അസസിയിൽ ഇൻഡിവിജ്വലി ഡിപ്പെൻഡൻ്റ് ആണ്. അവർക്ക് വേറെ ആരും ഇല്ല എന്നുള്ള കേസാണെങ്കിൽ അവരെയും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുമ്പോൾ സ്പോസും ചിൽഡ്രൻസും മാത്രമേ ഇൻക്ലൂഡഡ് ആവുള്ളൂ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1998 ഒക്ടോബർ 1 ശേഷം സർവൈവ് ചെയ്തിരിക്കുന്ന കുട്ടികളെ മാത്രമേ നമുക്ക് എക്സംഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. 2 കുട്ടികൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സംഷൻ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. 2ൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടില്ല. ഇനി അതിനൊരു കുറച്ച് റൂൾസ് പറയുന്നത് 1998 ഒക്ടോബർ 1 മുൻപ് ജനിച്ചിരിക്കുന്ന കുട്ടികളായിരിക്കണം. മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ 1 ചൈൽഡ്. പിന്നെ പറയുന്നത് നമുക്ക് 4 കലണ്ടർ ഇയേഴ്സ്, അതാണ് ഒരു ബ്ലോക്ക് ഓഫ് 4 കലണ്ടർ ഇയേഴ്സിൽ 2 പ്രാവശ്യം മാത്രമേ നമുക്ക് ലീവ് ട്രാവൽ കൺസെഷൻ അവൈൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് 2 പ്രാവശ്യം ലീവ് ട്രാവൽ കൺസെഷൻ അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ 2 പ്രാവശ്യം പോയിട്ട് 1 പ്രാവശ്യം പോലും ഈ ബ്ലോക്ക് ഓഫ് ഇയേഴ്സിൽ 4 ബ്ലോക്ക് ഓഫ് ഇയേഴ്സിൽ നമ്മൾ അവൈൽ ചെയ്തിട്ടില്ല. അടുത്ത വർഷം 5th ഇയർ വേണമെങ്കിൽ നമുക്കത് അവൈൽ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ മാക്സിമം 4 വർഷങ്ങൾക്കുള്ളിൽ 2 പ്രാവശ്യം മാത്രമേ നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അതിൻ്റെ കുറച്ച് എക്സംഷൻ ലിമിറ്റ് ആണ്. എയർ, ജേർണി ബൈ എയർ, നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇക്കോണമി ക്ലാസ്സിൻ്റെ ഫെയർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. കാരണം നമുക്കറിയാം ബിസിനസ് ക്ലാസ്സും ഉണ്ട്, ഇക്കോണമി ഫെയറും ഉണ്ട്. ബിസിനസ് ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും, ഇക്കോണമി ക്ലാസ്സിന് അതിൻ്റെ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ആ റേറ്റിലാണ് നമുക്ക് തരിക. പിന്നെ ഷോർട്ടസ്റ്റ് റൂട്ടായിരിക്കും നമുക്ക് തരുന്ന ഫെയർ. അതായത് നമുക്കിപ്പോൾ ഇവിടുന്ന് ഡൽഹിക്ക് പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഡൽഹിക്ക് പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് ചെന്നൈ വഴി, കൊച്ചിയിൽ നിന്ന് ചെന്നൈ പോവാം, ചെന്നൈയിൽ നിന്ന് നമുക്ക് ഡൽഹിക്ക് പോവാം, കൊച്ചിയിൽ നിന്ന് നമുക്ക് ബാംഗ്ലൂർ പോവാം, ബാംഗ്ലൂരിൽ നമുക്ക് ഡൽഹിക്ക് പോവാം. അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് കിലോമീറ്റർ ഏതാണോ അതനുസരിച്ചായിരിക്കും നമുക്ക് ഫെയർ കിട്ടുക. ഏറ്റവും കുറവ് കിലോമീറ്ററിൽ ഇക്കോണമി ഫെയറിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് ലീവ് ട്രാവൽ കൺസെഷൻ ആയിട്ട് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത്, നമ്മൾ പോകുന്ന സ്ഥലത്ത് റെയിൽവേ സർവീസ് ഉണ്ട്, ട്രെയിൻ ഉണ്ട്. പക്ഷെ നമ്മൾ ട്രെയിൻ ഓപ്റ്റ് ചെയ്യാണ്ട് വേറെ ഫ്ലൈറ്റും അല്ലാത്ത വേറെ ഏതെങ്കിലും മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് എടുത്തതെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ് AC ട്രെയിൻ ടിക്കറ്റിൻ്റെ ഫെയർ അറ്റ് ദ ഷോർട്ടസ്റ്റ് റൂട്ടാണ് നമുക്ക് തരിക. തേർഡ് വൺ പറയുന്നത്, നമുക്ക് ട്രെയിനായിട്ട് ട്രെയിനിൽ പോകാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ 2 കണ്ടീഷൻ ഉണ്ട്. അവിടെ ഒരു റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് അല്ലെങ്കിൽ ഡ്യൂലക്സ് ടിക്കറ്റിൻ്റെ ഷോർട്ടസ്റ്റ് റൂട്ടിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, പബ്ലിക് സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൽ പോവാണ്, അല്ലെങ്കിൽ ട്രെയിനിൽ നമുക്ക് പോവാമായിരുന്നെങ്കിൽ എത്ര രൂപ വരും ഫസ്റ്റ് ക്ലാസ് ACക്ക് അറ്റ് ദ ഷോർട്ടസ്റ്റ് റൂട്ട്, അതായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി അതർ ബെനിഫിറ്റ് ഓർ എമ്യൂണിറ്റി, ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയിക്ക് കൊടുക്കുന്ന കുറേ എമൗണ്ടുകൾ നമുക്ക് ടാക്സബിൾ ആണ്, കുറേ ടാക്സബിൾ അല്ലാത്തതുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ അവിടെ പറയുന്നത്, ഇപ്പോൾ ടെലിഫോൺ ചാർജസ് കൊടുക്കുന്നുണ്ട് എംപ്ലോയിക്ക് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാല്യുവേഷൻ ഓഫ് സ്പെസിഫൈഡ് സെക്യൂരിറ്റി ഓർ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഓഫ് സെക്ഷൻ 17 സബ്സെക്ഷൻ 2 ചാപ്റ്റർ 6. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇങ്ങനെ എംപ്ലോയർ എംപ്ലോയിക്ക് അല്ലെങ്കിൽ ആ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് കൊടുക്കുകയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ ഫെയർ മാർക്കറ്റ് വാല്യൂ ടാക്സബിൾ ആയിരിക്കും. ഈ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് ഈ എംപ്ലോയി എന്തെങ്കിലും എമൗണ്ട് ഇക്വിറ്റി ഷെയർസ് കിട്ടാൻ വേണ്ടിയിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് കാണിക്കാം. ആ കുറച്ച് കാണിക്കുന്ന എമൗണ്ട് മാത്രമേ ടാക്സബിൾ ആയിട്ട് വരുള്ളൂ. അപ്പം അങ്ങനെ ഒന്നും പേ ചെയ്തിട്ടില്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. സെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ എംപ്ലോയിക്ക് കിട്ടുന്ന ഷെയർസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഫെയർ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഷെയർ ലിസ്റ്റഡ് ഓൺ എ റിക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺ ദ ഡേറ്റ് ഓഫ് എക്സസൈസിങ് ദ ഓപ്ഷൻ. റിക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് നമ്മൾ ഇഷ്യൂ മീൻസ് ഒപ്റ്റ് ചെയ്യുന്നത് ഷെയർ. ആ ഷെയർ അവിടെ അങ്ങനെ ഒരു നല്ല ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർ ആണെങ്കിൽ അതിൻ്റെ FMV എന്ന് പറയുന്നത് ആ എംപ്ലോയി ഒപ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ട്രേഡിംഗ് വോളിയം ഉള്ള ദിവസത്തെ ഓപ്പണിംഗ് ക്ലോസിംഗ് പ്രൈസിന്റെ ആവറേജ് എടുത്തുകൊണ്ടായിരിക്കും. ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിൽമെന്റ് ഓൺ സച്ച് ഡേ ആൻഡ് ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ലാസ്റ്റ് സെറ്റിൽമെന്റ് ഓൺ സച്ച് ഡേറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ആവറേജ് എടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് FMVയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ആ വാല്യൂ ടാക്സബിൾ ആയിരിക്കും. ഇപ്പോൾ എംപ്ലോയി എന്തെങ്കിലും എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രമായിരിക്കും ടാക്സബിൾ ആയിട്ട് വരിക. ഇനി സെക്കൻഡ് കേസ് എന്താന്ന് പറഞ്ഞാൽ അൺലിസ്റ്റഡ് ഷെയർസ് ഓൺ ഡേറ്റ് ഓഫ് എക്സസൈസിങ് ദ ഓപ്ഷൻ. ഇപ്പോൾ ആ ഷെയർസ് അൺലിസ്റ്റഡ് ആണ്, ഈ എംപ്ലോയിക്ക് കിട്ടുന്ന ദിവസം അത് അൺലിസ്റ്റഡ് ആണെങ്കിൽ മർച്ചന്റ് ബാങ്കർ കാറ്റഗറി 1 മർച്ചന്റ് ബാങ്കർ ഡിറ്റർമൈൻ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും FMV എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്പെസിഫൈഡിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന വാല്യൂ ആണ്. സ്പെസിഫൈഡ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 2 കാര്യം അവിടെ പറയുന്നത്. ഒന്ന് ഒപ്റ്റ് ചെയ്യുന്ന ദിവസം, അതല്ലെങ്കിൽ ഒരു 180 ഡേയ്സിൻ്റെ ഒരു കണ്ടീഷനും കൂടെ അവിടെ പറയുന്നുണ്ട്. ഇനി വാല്യുവേഷൻ ഓഫ് സ്പെസിഫൈഡ് സെക്യൂരിറ്റി നോട്ട് ബീങ് ആൻ ഇക്വിറ്റി ഷെയർ ഇൻ ദ കമ്പനി. ഇവിടെ ഷെയർ ഇക്വിറ്റി കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ അല്ലാത്ത ഒരു അവസരമാണെങ്കിൽ മെർച്ചന്റ് ബാങ്കർ സ്പെസിഫൈഡ് ഡേറ്റിൽ മെർച്ചന്റ് ബാങ്കർ പറയുന്ന അതേ വാല്യൂ ആയിരിക്കും FMV ആയിട്ട് വരുന്നത്. അടുത്തതാണ് പ്രോഫിറ്റ് ഇൻ ല്യൂ ഓഫ് സാലറി. പ്രോഫിറ്റ് ഇൻ ല്യൂ ഓഫ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് സാലറിക്ക് പുറമേ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ്. ടെർമിനൽ ബെനിഫിറ്റ് ആണിത്. ദ ഫോളോയിങ് ആർ ദ പേയ്മെന്റ്സ് നോർമലി കൺസിഡർഡ് ആസ് പ്രോഫിറ്റ്സ് ഇൻ ല്യൂ ഓഫ് സാലറി. ഈ പറയുന്നതൊക്കെയാണ് പ്രോഫിറ്റ് ഇൻ ല്യൂ ഓഫ് സാലറി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സാലറി അല്ല, പക്ഷേ സാലറിക്ക് പുറമേ കൊടുക്കുന്ന കുറച്ച് ബെനിഫിറ്റ്സ്. Compensation for loss of employment or modification of terms of employment from employer or former employer. നമുക്ക് എംപ്ലോയ്മെന്റ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ, ഇപ്പോൾ സാലറിയിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന കോമ്പൻസേഷൻ പ്രോഫിറ്റ് ഇൻ ല്യൂ ഓഫ് സാലറി ആണ്. പിന്നെ പേയ്മെന്റ് ഫ്രം അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഓർ സൂപ്പർ ആനുവേഷൻ ഫണ്ട്. ഇങ്ങനെ UPFും അതുപോലെ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് എന്തെങ്കിലും ഒരു പേയ്മെന്റ് എംപ്ലോയിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ഇൻ ല്യൂ ഓഫ് സാലറി ആയിരിക്കും. കീമാൻ ഇൻഷുറൻസ് പോളിസി. കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് വേണ്ടി എടുക്കുന്ന പോളിസിയാണ്. അതുപോലെ തന്നെ പേയ്മെന്റ് ബിഫോർ ജോയിനിങ് സർവീസ് ഓർ ആഫ്റ്റർ റിട്ടയർമെന്റ് ഫ്രം സർവീസ്. നമ്മൾ സർവീസിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപുള്ള പേയ്മെന്റ് സച്ച് ആസ് ട്രെയിനിങ്ങിനൊക്കെ ഒരു എക്സ്പെൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രെയിനിങ് ടൈമിൽ ഇവർക്ക് സാലറി ആയിട്ട് കൊടുക്കുന്നുണ്ടാവില്ല, വേറെ എന്തെങ്കിലും സ്റ്റൈപ്പൻഡ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അത് ഇവർക്ക് പ്രോഫിറ്റ് ഇൻ ല്യൂ ഓഫ് സാലറി ആണ്. അതുപോലെ തന്നെ റിട്ടയർമെന്റിന് ശേഷം കൊടുക്കുന്നതും പ്രോഫിറ്റ് ഇൻ ല്യൂ ഓഫ് സാലറി ആണ്. ദ ഫോളോയിങ് പേയ്മെന്റ്സ് ത്രൂ ടെർമിനൽ ആർ നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ പ്രോഫിറ്റ് ഇൻ ല്യൂ ഓഫ് സാലറി. പ്രോഫിറ്റ് ഇൻ ല്യൂ ഓഫ് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് പേയ്മെന്റ്സ് ആണ്. ഡെത്ത് ഫ്രം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി, പേയ്മെന്റ്സ് ഇൻ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ, റിട്രെഞ്ച്മെന്റ് ഓഫ് കോമ്പൻസേഷൻ, payment made at the time of voluntary retirement, payment made from statutory provident fund or recognized provident fund or public provident fund, ex gratia as a voluntary payment by the employer normally given to the employee or to legal heirs on the death or injury of an employee while on duty. It is not a profit in lieu of salary, therefore ex gratia payment is not taxable. ഇത്രയും കാര്യങ്ങൾ നോട്ട് ടാക്സബിൾ ആണ്. മുകളിലുള്ള 4 എണ്ണം മാത്രമാണ് പ്രോഫിറ്റ് ഇൻ ല്യൂ ഓഫ് സാലറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊവിഡന്റ് ഫണ്ടിനെ കുറിച്ചാണ്. പ്രൊവിഡന്റ് ഫണ്ട് 4 ടൈപ്പ് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും ടാക്സ് എക്സംഷൻ ഇംപ്ലിക്കേഷൻസ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. ആദ്യത്തേതാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, SPF. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റോ സെമി ഗവൺമെന്റോ അങ്ങനത്തെയുള്ള ഓഫീസസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊവിഡന്റ് ഫണ്ടാണ്.
പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1925 പ്രകാരമാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഈ കേസിൽ SPFിലെ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷനും എംപ്ലോയറുടെ ഇൻട്രസ്റ്റ് കോൺട്രിബ്യൂഷനും എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും ഒന്നും ടാക്സബിൾ ആയിരിക്കില്ല. So, contribution to SPF by the employee is eligible for deduction from gross total income under സെക്ഷൻ 80C പ്രകാരം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഒരു ഡിഡക്ഷൻ ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കൊടുത്ത എമൗണ്ട് എംപ്ലോയിക്ക് ഡിഡക്ഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഇനി അതിന് കുറച്ച് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇസ് നോട്ട് ടാക്സബിൾ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇസ് ഓൺലി ആപ്ലിക്കേഷൻ ഓഫ് സാലറി ഹെൻസ് നോട്ട് ടാക്സബിൾ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അവിടെ ടാക്സബിളും അല്ല. 80C പ്രകാരം അവർ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷനും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. Interest on employees' contribution is not taxable. Interest on employees' contribution is not taxable. അപ്പോൾ ഈ SPFിന്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നതിൽ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷനും ടാക്സബിൾ അല്ല. ലാസ്റ്റ് വൺ, ലംസം എമൗണ്ട് റിസീവ്ഡ് ഇസ് നോട്ട് ടാക്സബിൾ. SPF നമ്മൾ അടച്ചതിന് ശേഷം മാസം നമ്മൾ അടച്ചതിന് ശേഷം നമുക്ക് ഒരുമിച്ച് റിട്ടേൺ കിട്ടുന്ന എമൗണ്ട് SPFിന്റെ കേസിൽ ടാക്സബിൾ അല്ല. അടുത്തതാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പ്രൊവിഡന്റ് ഫണ്ടിനെയാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ഫുൾഫില്ല് ചെയ്യേണ്ടി വരും. അതിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 12% ഓഫ് സാലറിനേക്കാളും എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതലാവരുത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. അതുപോലെ തന്നെ 9.5%-നേക്കാളും കൂടുതലാവരുത് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതാണ് അവിടെ വരുന്ന ഒരു എക്സംഷൻ. Employees' contribution to such fund is application of salary only and therefore it need not to be added with the salary. Employee contribution ഇവിടെ സാലറിയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. When lump sum amount is received, it will be exempt provided the employee has served with the employer for a continuous term of 5 years or if he has not served at least for 5 years, his service has been terminated or he has left the service on account of illness or discontinuance of the business or due to reason beyond his control. അപ്പോൾ ഇവിടെ പറയുന്നത് ലംസം കിട്ടുന്ന എമൗണ്ട് SPFിന്റെ കേസിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല. 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതേ എംപ്ലോയറിന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്, ഇതേ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. അതല്ലാത്ത കേസിൽ അതിന് എക്സംഷൻ കിട്ടില്ല. പിന്നെ എന്തെങ്കിലും ടെർമിനേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാതെ വരികയോ അയാളുടെ കൺട്രോളിന് പുറമേയുള്ള കാരണത്താലാണ് ഇയാൾ 5 വർഷം പൂർത്തിയാക്കാതിരുന്നതെങ്കിൽ അപ്പോഴും ഇവർക്ക് എക്സംഷൻ കിട്ടുന്നതായിരിക്കും. ഇനി കോൺട്രിബ്യൂഷൻസ് ടുവേർഡ്സ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഓർ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആർ എലിജിബിൾ ഫോർ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം സബ്ജക്ട് ടു ദ കണ്ടീഷൻ അണ്ടർ 80C സെഷൻ പ്രകാരം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് RPFിലേക്കും SPFിലേക്കും PPFിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് കുറച്ച് കാണിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ കണ്ടീഷൻ ആണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഈസ് ടാക്സബിൾ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയിയുടെ സാലറിയുടെ 12%-നേക്കാളും കൂടുതലാണ് RPFിലേക്കെങ്കിൽ ആ എക്സസ് എമൗണ്ട് അവിടെ ടാക്സബിൾ ആയിരിക്കും. ഇനി എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ടാക്സബിൾ അല്ല, സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. 80C പ്രകാരം നമുക്ക് എക്സംഷൻ അവൈൽ ചെയ്യാനായിട്ട് പറ്റും. ഇൻട്രസ്റ്റ് ഓൺ ഫണ്ട് ബാലൻസ് ഇൻ എക്സസ് ഓഫ് 9.5% ഇസ് ടാക്സബിൾ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനിലെ ഇൻട്രസ്റ്റ് 9.5%-നേക്കാളും കൂടാനായിട്ട് പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ടാക്സബിൾ ആയിരിക്കും. ലംസം എമൗണ്ട് ടാക്സബിൾ അല്ല. പക്ഷെ ഓർക്കേണ്ട കാര്യം 5 years എങ്കിലും അവിടെ നിന്നിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ ടാക്സബിൾ അല്ലാതിരിക്കുള്ളൂ. ഇനിയുള്ളത് അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് URPF. അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്യാത്ത ഫണ്ടിനെയാണ് അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എല്ലാ എമൗണ്ടും ആക്ച്വലി ടാക്സബിൾ ആയിരിക്കും. ടാക്സബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലംസമിലായിരിക്കും ടാക്സബിൾ ആവുക. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ദർ ആർ നോട്ട് ടാക്സബിൾ ഇയർ ടു ഇയർ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനോ ഇൻട്രസ്റ്റോ ഇയർ ടു ഇയർ എല്ലാ വർഷവും നമ്മൾ അതിന് ടാക്സ് കൊടുക്കണം എന്നില്ല. When lump sum amount is received or when the fund is recognized, the annual accretion becomes taxable. അതിൽ പറയുന്നത് ലംസം എമൗണ്ട് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഈ അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് റിക്കഗ്നൈസ് ആവുന്ന സമയത്തോ ടോട്ടൽ എമൗണ്ട് ആനുവൽ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ടാക്സബിൾ ആയിരിക്കും. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇസ് ഓൺലി ആപ്ലിക്കേഷൻ ഓഫ് സാലറി ഹെൻസ് നോട്ട് ടാക്സബിൾ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഇവിടെ ടാക്സബിൾ അല്ല. ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇസ് ടാക്സബിൾ ആസ് ഇൻകം ഫ്രം അതർ സോഴ്സ്.
എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഇൻ്റെ ഇൻട്രസ്റ്റ്, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഇൻട്രസ്റ്റ് അതർ സോഴ്സിലായിരിക്കും നമ്മൾ ടാക്സിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട് ഇസ് taxable when such contribution exceeds 1,50,000 per year. 1,50,000-നേക്കാളും കൂടുതലാണ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്കെങ്കിൽ അത് ടാക്സബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആ ലാസ്റ്റ് ടൈമിൽ മാത്രമേ ചാർജബിൾ ആവുള്ളൂ. ഇൻട്രസ്റ്റ് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് കാണിക്കുക. എംപ്ലോയീസ് കോൺട്രിബ്യൂഷനും എല്ലാ വർഷവും ടാക്സബിൾ ആവില്ല. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഇസ് ഓൺലി ആപ്ലിക്കേഷൻ ഓഫ് സാലറി, ഹെൻസ് നോട്ട് ടാക്സബിൾ. ഇയർ ടു ഇയർ ടാക്സബിൾ ആവില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇനിയുള്ളത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ളത് 1968 ജൂലൈ 1 തുടങ്ങിയ ഒരു സ്കീമാണ്. സാലറീഡ് എംപ്ലോയീസിന് അതുപോലെ അല്ലാത്ത എല്ലാ ഇൻഡിവിജ്വൽസിനും അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. മിനിമം 500 രൂപ, മാക്സിമം 1,50,000 ഇതിന്റെ ഇയർ എന്നുള്ള കണക്കിനാണ് അതിന്റെ എമൗണ്ട് ലിമിറ്റ് വരുന്നത്. ഒന്നില്ലെങ്കിൽ ഇവർക്ക് മീൻസ് ഇവർക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അവർക്ക് അത് അടയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ അതിൽ ചേരാനായിട്ട് പറ്റും. അപ്പോൾ സാധാരണ കീഴിൽ ഗവൺമെന്റ് ജോലിക്കാരല്ലാത്തവരാണ് ഈ PPF-ലേക്ക് ജോയിൻ ചെയ്യുക. നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം 6 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പിൻവലിക്കാനായിട്ട് പറ്റും. പിന്നെ ഇൻട്രസ്റ്റ് ടൈം ടു ടൈം പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇയർ എൻഡിങ്ങിലാണ് നമുക്ക് അത് റിസീവ് ചെയ്യുക. ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. ATC പ്രകാരം നമുക്ക് അതിന്റെ എക്സംഷൻ ഒക്കെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 15 വർഷങ്ങൾക്ക് ശേഷം നമ്മളിതിന് ജോയിൻ ചെയ്ത് 15 വർഷങ്ങൾക്ക് ശേഷം ഈ സബ്സ്ക്രൈബർ മരിച്ചു കഴിഞ്ഞാൽ ലീഗൽ ഹയേഴ്സിന് ആ എമൗണ്ട് കിട്ടും. അതല്ലെങ്കിൽ ഇവർക്ക് ഒരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാം. 5 വർഷത്തേക്ക് ഒരു ലോക്ക് ഇൻ പീരീഡ് വെച്ചിട്ട് അവർക്ക് വീണ്ടും ആ ഓപ്ഷൻ ഈ PPF കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അത് അത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവർക്ക് 60% ഓഫ് ആ എമൗണ്ട് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ PPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലിക്കാരല്ലാത്ത എംപ്ലോയീസിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഒരു ഓപ്ഷൻ ആണ് PPF. ഇനി നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യാണ്. എമൗണ്ട് വിച്ച് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ഇൻകം. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ when a person is a member of this provident fund, his contribution to his fund are included in his income. അപ്പോൾ SPF-നെ സംബന്ധിച്ച് ആരുടെ കോൺട്രിബ്യൂഷൻ ആണോ ഇതിൽ വരുന്നത് അവർക്ക് ആ എമൗണ്ട് അവരുടെ ഇൻകത്തിൽ ആഡ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനോ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും അവിടെ ടാക്സബിൾ ആയിരിക്കില്ല. റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ പറയുന്നത് ഹിസ് ഓൺ കോൺട്രിബ്യൂഷൻ ടു ദിസ് ഫണ്ട് ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻകത്തിലേക്ക് ഇൻക്ലൂഡഡ് ആവുന്ന കാര്യമാണ് പറയുന്നത്. എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ 12% ഓഫ് എംപ്ലോയി സാലറിയും ഇൻട്രസ്റ്റ് 9.5% ആണെങ്കിൽ കുഴപ്പമില്ല, അതിന് മുകളിൽ പോയാൽ ടാക്സബിൾ ആയിരിക്കും. അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ ഇയർ ടു ഇയർ ടാക്സബിൾ ആയിരിക്കില്ല, ലംസമിലായിരിക്കും ടാക്സബിൾ ആയിട്ട് വരാം. ഇനി അതിന്റെ ആ ലിമിറ്റ് ആണ് പറയുന്നത്. SPF-ലാണെങ്കിൽ എംപ്ലോയീസ് ഓൺ കോൺട്രിബ്യൂഷൻ 1,50,000 വരെ എക്സംപ്റ്റഡ് ആണ്. റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലും 1,50,000 വരെ എക്സംപ്റ്റഡ് ആണ്. UPRF-ൽ വരുന്നത് എന്താണ്, URPF-ൽ വരുന്നത് എംപ്ലോയീസ് ഓൺ കോൺട്രിബ്യൂഷൻ ടു ദിസ് ഫണ്ട് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എമൗണ്ട് ക്വാളിഫൈങ് ഫോർ ദ ഡിഡക്ഷൻ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അവിടെ ഇൻക്ലൂഡഡ് അല്ല. എല്ലാ വർഷവും നമുക്കത് ഡിഡക്ട് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ലംസം എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ SPF-ൽ ടാക്സബിൾ അല്ല, RPF-ൽ ടാക്സബിൾ അല്ല, UPF-ൽ അത് ടാക്സബിൾ ആയിരിക്കും. ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസിലും അതിന്റെ എംപ്ലോയറുടെ മെയിൻ കോൺട്രിബ്യൂഷൻ ഇൻകം ഫ്രം സാലറിയിലും നമുക്ക് ടാക്സബിൾ ആയിരിക്കും. പിന്നെ എംപ്ലോയി സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എക്സംപ്റ്റഡ് ആയിട്ട് വരും. ഇനി സാലറി ഫോർ ദ ക്വാളിഫൈങ് എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ടു RPF എന്ന് പറയുന്നത് ബേസിക് സാലറി പ്ലസ് DA ഓർ DP ഇഫ് ഇറ്റ് ഇസ് അണ്ടർ ദ ടേംസ് ഓഫ് employment, fixed percentage of commission or turnover of achieved by the employee. അപ്പോൾ സെയിം നമ്മൾ HR കാണുമ്പോൾ കൺസിഡർ ചെയ്യുന്ന സാലറി തന്നെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുക. RPF-ൽ നമുക്ക് 12%, 9.5% കണ്ടുപിടിക്കേണ്ട സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി പ്ലസ് DA ആൻഡ് DP if it is under terms of employment and fixed percentage of commission or turnover ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഇതോടുകൂടെ നമ്മുടെ കുറച്ച് തിയറി പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായി പഠിക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഇൻഫോം മീ. താങ്ക് യു.